നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തലൈവിയെ തുരത്താൻ ജല്ലിക്കെട്ട് മോഡൽ. തമിഴകത്ത് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഇരുവർ നാടകത്തിൽ അനിശ്ചിതത്വം തുടരവേ ശശികലയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് പനീർശെൽവം. പ്രതിഷേധ യോഗത്തിനായി മറീന ബീച്ചിലെത്താൻ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി OPS അനുകൂലികളുടെ സമരാഹ്വാനം. തിരശ്ശീല വീഴുമ്പോൾ അധികാരത്തിൽ ആരുടെ ചിരിയെന്നും നിശ്ചയമില്ലാത്ത നാടകത്തിൽ നിലപാട് വ്യക്തമാക്കാതെ ഗവർണർ. ശശികലയെ ഉടൻ സത്യപ്രതിജ്ഞയ്ക്കു ക്ഷണിക്കേണ്ടതില്ലെന്നു കാണിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഗവർണർ റിപ്പോർട്ട് നൽകിയെന്ന വാർത്തകളിൽ അവ്യക്തത. അത്തരം നിലപാട് കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ലെന്ന് രാജ്ഭവന്റെ ഔദ്യോഗിക അറിയിപ്പ്. എന്നാൽ തമിഴ്നാട്ടിലേത് കടുത്ത അനിശ്ചിതത്വമെന്ന് ഗവർണർ വിദ്യാസാഗർ റാവുവിന്റെ നിഗമനം. അതിനിടെ തന്നെ പിന്തുണയ്ക്കുന്ന MLA-മാരെ ശശികല തടവിലാക്കിയെന്ന ആരോപണത്തിൽ ആർഡിഒയുടെ അന്വേഷണം. MLA-മാർ ഇപ്പോഴും കാഞ്ചീപുരത്തെ റിസോർട്ടുകളിലെന്ന സൂചന. വിവരമറിഞ്ഞെത്തിയ മാധ്യമ പ്രവർത്തകർക്കു നേരെ റിസോർട്ടിന് മുന്നിൽ കല്ലേറു നടന്നതായും റിപ്പോർട്ട്. വിധിയിൽ തെളിയുന്ന വഴികൾ. 130 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കി മുഖ്യമന്ത്രി പദം പിടിക്കാൻ കച്ചകെട്ടിയ ചിന്നത്തലൈവിക്ക് വിനയായി അവിഹിത സ്വത്ത് വിഷയം. കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി മറ്റന്നാളുണ്ടാകും. കോടതി വിധിക്ക് മുമ്പേ ശശികലയുടെ സത്യപ്രതിജ്ഞ അനുവദിക്കുന്നത് യുക്തമല്ലെന്ന നിലപാടിൽ ഗവർണർ. സ്വത്ത് കേസിൽ ശശികലയ്ക്ക് കുരുക്ക് വീണാൽ ഭരണപ്രതിസന്ധി ഒഴിവാക്കാൻ OPS-ന്റെ രാജി ഗവർണർ തള്ളുമെന്ന സൂചന. പനീർശെൽവത്തിന് വഴി തെളിയുന്നതോടെ നിലവിൽ ശശികലയുടെ തടവിൽ തുടരുന്ന MLA-മാർ പക്ഷം മാറിയെത്തുമെന്നും റിപ്പോർട്ട്. അതേസമയം MLA-മാരെ തടവിലാക്കിയെന്ന ആക്ഷേപം തെളിഞ്ഞാൽ ശശികലയ്ക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ നടപടിക്കും സാധ്യത. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യത നിഷേധിച്ചാൽ നിലവിൽ MLA അല്ലാത്ത ശശികലയുടെ സാധ്യത ഇല്ലാതാകും. അവിചാരിതങ്ങളുടെ അരങ്ങായി തമിഴക രാഷ്ട്രീയം. സമരത്തിൽ തീരാത്ത പോര്. ലോ അക്കാദമി പ്രശ്നത്തിൽ CPM-CPI പോര് തുറന്ന ചർച്ചയിലേക്ക്. ഘടകകക്ഷികൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ നേരിട്ടും LDF-ലും ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. അതേസമയം പരസ്യ വിമർശനത്തിലെ നീരസം CPI-യെ കടുത്ത ഭാഷയിൽ അറിയിക്കും. ചിലരെയൊന്നും നിയന്ത്രിക്കാൻ CPI നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നേതാക്കൾ പോലും BJP-യുടെ കെണിയിൽ പെട്ടുപോകുന്നത് അതുകൊണ്ടാണ്. പരസ്യ പ്രസ്താവനകൾ നടത്തി അന്തരീക്ഷം വഷളാക്കാൻ CPM ഒരുക്കമല്ല. അതേ നിലപാട് സ്വീകരിക്കാൻ CPI-യോട് ആവശ്യപ്പെടുമെന്നും കോടിയേരി. തീ പാറുന്ന ത്രികോണ മത്സരം. UP നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് തുടക്കം. സമാജ്വാദി കോൺഗ്രസ് സഖ്യവും BJP-യും BSP-യും പാറ്റുന്ന ത്രികോണ മത്സരത്തിന് വേദിയാകുന്നത് പടിഞ്ഞാറൻ UP-യിലെ 73 മണ്ഡലങ്ങൾ. അധികാരം നിലനിർത്താൻ അഖിലേഷ് യാദവിനും ഭരണം പിടിക്കാൻ മായാവതിക്കും പശ്ചിമ UP നിർണായകം. 15 ജില്ലകളിലായി ഇന്ന് ജനവിധി തേടുന്നത് 839 സ്ഥാനാർത്ഥികൾ. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ പടിഞ്ഞാറൻ UP-യിൽ BSP ടിക്കറ്റിൽ ജനവിധി തേടുന്നത് 18 മുസ്ലിം സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മേഖല തൂത്തുവാരിയ BJP-ക്ക് ഇക്കുറി ആത്മവിശ്വാസം കുറഞ്ഞതും BSP-ക്ക് അനുകൂലം. ജാട്ട് വോട്ടുകളിൽ കണ്ണുവെക്കുന്ന BJP-ക്ക് ഭീഷണിയായി അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക്ഡൌൺ. അതുക്കും മീതെ ട്രംപ്. യാത്രാ നിരോധനത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്കെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. വിസ നിരോധനത്തിൽ ഭരണകൂടത്തിന് മുന്നിലുള്ള തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെന്നും ട്രംപ്. കോടതിയിൽ നിന്ന് ഇപ്പോഴേറ്റ തിരിച്ചടികൾ കാര്യമാക്കുന്നില്ല. തനിക്ക് പ്രധാനം രാജ്യസുരക്ഷയെന്നും അതിനാൽ ചില വിലക്കുകൾ അനിവാര്യമെന്നും ട്രംപ്. കോടതി കൈവിട്ടാൽ പുതിയ നിയമം കൊണ്ടുവരും. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ അബെയ്ക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.